സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമാന്യ ആപേക്ഷികത എങ്ങനെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാമെന്നും അത് എത്രത്തോളം ബാഹ്യ സമ്മർദ്ദങ്ങളോ ബാഹ്യ ഇടപെടലോ ഇല്ലാതെ പ്രകൃതിക്ക് തന്നെ സ്വയം അതിനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നും ആരോഗ്യ പുനഃസ്ഥാപനം എന്നത് ജീവനുള്ള എല്ലാ ജന്തുക്കളുടെയും ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഒരു പൊതു സ്വഭാവമാണെന്നും അതിൻ്റെ ശേഷി പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ പല പുരോഹിതന്മാരും, ഞാൻ പുരോഹിതന്മാരെന്ന് പറയുന്നത് നമ്മളെ കബളിപ്പിക്കുന്നവർ എന്ന നിലക്കാണ്, അവരുപയോഗിച്ചിട്ട് മനുഷ്യൻ്റെ ഒരു ചൂഷണ വ്യവസ്ഥയാക്കി മാറ്റുന്നു എന്നും സൂചിപ്പിക്കുന്ന വീഡിയോകളാണ് ഇട്ടത്. അതിന് പകരം ആരോഗ്യ പുനഃസ്ഥാപനം, നിങ്ങൾക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും ആ രോഗം മാറാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് വന്ന പുതിയ ദർശനം, അതായത് പ്രകൃതിയാണ് ശരി, പ്രകൃതിക്ക് തെറ്റുപറ്റില്ല, പ്രകൃതിക്ക് അകത്താണ് മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളും, അതിനെ തോൽപ്പിക്കാനോ അതിനെ മറികടക്കാനോ കഴിയും എന്ന വിശ്വാസം അബദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പല പ്രവൃത്തികളുമാണ് നമ്മുടെ ഈ അസുഖത്തിന്, ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അസുഖങ്ങൾക്ക് കാരണം. അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് ഈ രോഗം മാറുക എന്നാണ് നോക്കേണ്ടത്. എന്തൊക്കെ ചെയ്തത് കൊണ്ടാണ് ഈ രോഗം എന്ന ഒരു ബോധത്തിൽ നിന്നാണ് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് രോഗം മാറുക എന്ന് നോക്കേണ്ടത്. അതിന് എന്ത് വേണം? അതിന് ആദ്യമായിട്ട് ഈ പ്രകൃതി പൂർണ്ണമാണെന്നും പ്രകൃതിയെ നമുക്ക് മറികടക്കാനോ വെല്ലുവിളിക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല എന്നുമുള്ള സാമാന്യ ഒരു വിനീതഭാവം നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും, ഇനി ദൈവത്തോടാണെങ്കിലും കുഴപ്പമില്ല, അതുണ്ടാവണം എന്നുമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ കഴിഞ്ഞ 2 പ്രാവശ്യം കൊണ്ട് ഞാൻ ഏകദേശം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെയും എനിക്ക് സംശയം. ഞാൻ അതിൽ ഏറ്റവും അവസാനം പറഞ്ഞത്, നിങ്ങളാകെ ഒരു കാര്യം തന്നെ ചെയ്താൽ മതി. ഒരു നേരം ആഹാരം കഴിക്കുക. ഒരു നേരം ആഹാരം കഴിച്ച് ബാക്കിയുള്ള സമയത്ത് നല്ല ശുദ്ധജലം വേണ്ടത്ര കുടിക്കുക എന്ന ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ രോഗങ്ങൾ മാറും. മാത്രമല്ല, ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു നമ്മളെ ശത്രുവല്ല, നമ്മളെ ശരീരത്തിന് ആവശ്യമായ മാറ്റങ്ങളുടെ ഒരു സൂചന. വേണ്ടാത്ത സാധനങ്ങൾ അകത്തേക്ക് ചെന്നാൽ അതിന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി, ആ വഴി നടക്കുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് നടക്കുകയാണ് എന്നുള്ളതിന് സൂചനയാണ്. ആ സൂചനയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വേദന ഇല്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വേദന ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ്. കുഷ്ഠമുള്ളവർക്കൊന്നും വേദന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. അപ്പോൾ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു സ്വഭാവം, ഈ സിസ്റ്റത്തിൻ്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടായി, അതെങ്ങനെയില്ല, എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് നോക്കി ആ കാര്യമാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ആണ്. അത് ഒരു സത്യമാണ്. ഇത് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ രോഗചികിത്സാ സമ്പ്രദായം, അതിൻ്റെ സയൻസ്, ഇതിനൊക്കെ
ഇതിനൊക്കെ 100% എതിരാണ് കേട്ടോ. അത് ഇപ്പോഴും മാത്രമല്ല, ഈ മോഡേൺ മെഡിസിൻ മാത്രമല്ല, ട്രാഡീഷണൽ മെഡിസിനും മറ്റുള്ള, അതായത് ഇത് ഒരു 7000 കൊല്ലത്തെ മനുഷ്യൻ്റെ അനുഭവങ്ങളും അതിൻ്റെ അങ്ങനെ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള എത്രയോ കാര്യങ്ങളും എത്രയോ ഔഷധങ്ങളും മറ്റൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഈ പറയുന്നത്, എനിക്കറിയാം. മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് 500 കൊല്ലത്തോളമായി ഈ യൂറോപ്യൻ അധിനിവേശം ഇവിടെ നടക്കാൻ തുടങ്ങി. യൂറോപ്യൻ അധിനിവേശത്തിനുള്ള കാരണം എന്തായിരുന്നു വെച്ചാൽ, അവർക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടായതല്ല, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കീഴടക്കി അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു, ആവശ്യമായിരുന്നു. കാരണം വിഭവങ്ങൾ വളരെ ദരിദ്രമായ ഒരു പ്രദേശമാണത്. വിഭവങ്ങളുടെ ക്രഞ്ച് അല്ലെങ്കിൽ വിഭവങ്ങളുടെ ദാരിദ്ര്യം എന്നും അനുഭവിച്ചിരുന്ന ഒരു പ്രദേശമാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഒന്നായിട്ട് കീഴടക്കി. ഇപ്പോൾ നമുക്കറിയാം, ഇത് കീഴടക്കാനുള്ള ഏറ്റവും പ്രധാനമായി അവർ ഉപയോഗിച്ച ഉപകരണം വെടിമരുന്നാണ്. ഈ വെടിമരുന്ന് എന്ത് പറ്റിയാനോ അത് വളരെ മുമ്പ് തന്നെ ചൈനക്കാർ കണ്ടെത്തിയിരുന്നു. എങ്കിൽ പോലും അവരുടെ കയ്യിലെത്തിയപ്പോൾ അവരത് അവരുടെ കപ്പലിൽ അല്ലെങ്കിൽ യാനങ്ങളിൽ കയറ്റി വെച്ചിട്ട് അതുകൊണ്ട് പീരങ്കി ഉണ്ടാക്കി. പീരങ്കി കൊണ്ട് പിന്നെ നമ്മൾ കോഴിക്കോടും അതേപോലെ തന്നെ കരീബിയൻ കൊളംബസ് അമേരിക്കയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ വാസ്കോ ഡി ഗാമയും ഇത് വെച്ചിട്ട് പിന്നെ തീ തുപ്പിയിട്ടാണ് നമ്മളൊക്കെ വറപ്പിച്ച് നമ്മളൊക്കെ കീഴടക്കിയത്. അതിനവർക്കാണ് തോന്നിയതെന്ന് അർത്ഥം. അതിൻ്റെ മുമ്പ് കപ്പലിൻ്റെ കാര്യത്തിൽ അതേപോലെ വെടിമരുന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ ഇന്ത്യക്കാരും ചൈനക്കാർക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അറിയില്ലെങ്കിൽ ചൈനക്കാർക്ക് അറിയായിരുന്നു. ഇന്ത്യക്കാർ പണ്ട് മുതലേ പുറത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയിരുന്നവരാണ്. നേരെ മറിച്ച് ചൈനക്കാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അവർ പോയിരുന്നു. ആ കാലത്ത് തന്നെ എത്രയോ വലിയ 50ഓളം ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു ചരിത്രം വായിച്ചു. ഈ വാസ്കോ ഡി ഗാമ ഇങ്ങോട്ട് വന്നത് 2 കപ്പലിലാണ്. നേരെ മറിച്ച് ചൈനക്കാരൊരു പ്രത്യേകിച്ച് ഒരാൾ ആഫ്രിക്കൻ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോയത് ഒരു 10, 100ഓളം 50ഓളം കപ്പലുകൾ വ്യൂഹമായിട്ടാണ് പോയത്. അപ്പോൾ ഓരോ കപ്പലിൻ്റെയും നീളവും വീതിയൊക്കെ വളരെ കൂടുതൽ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിതമാർഗം കണ്ടെത്തുക എന്ന ഒരു രീതി അവരുടെ ജീവിതത്തിലും അവരുടെ സംസ്കാരത്തിലും ഉള്ളതുകൊണ്ട് അവരാണ് ഇന്ത്യ രാജ്യവും മാത്രമല്ല ഈ കൊളോണിയൽ കാലഘട്ടം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. 1500 മുതൽ 2000 വരെ ഉള്ള അല്ലെങ്കിൽ 1970 വരെയുള്ള കാലഘട്ടങ്ങൾ മുഴുവൻ ഈ കോളനൈസേഷൻ ശരിക്കും നടന്നിരുന്നതാണ്. അതോടുകൂടി നടന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അവരൊരു കാര്യം കൂടി കുറച്ചും കൂടി ബുദ്ധിയുള്ളായിരുന്നതുകൊണ്ട് അവരൊരു കാര്യം കൂടി ചെയ്തു. അവരുടെ വിദ്യാഭ്യാസ രീതി ഈ കോളനികളിലൊക്കെ അവർ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ആ വിദ്യാഭ്യാസത്തിന് ആദ്യകാലത്തൊക്കെ നമുക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസം നമുക്ക് വേണ്ട, നമ്മളെ പരമ്പരാഗത വിദ്യാഭ്യാസം മതി. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ആ വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർ അവരുടെ ലോകമാണ്, അവരുടെ ബുദ്ധിയാണ് ശരി, അവർക്കാണ് കൂടുതൽ വിവരം, അവർക്കാണ് കൂടുതൽ സംസ്കാരം, അവരുടെ സാഹിത്യമാണ് ഏറ്റവും നല്ലത്, അവരുടെ ശാസ്ത്രമാണ് ഏറ്റവും മികച്ചത് എന്ന ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നമുക്ക് നടത്തി. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളിവിടെയുള്ള മോഡേൺ മെഡിസിൻ എന്ന പേരിട്ടിട്ടുള്ള ഈ അലോപ്പതി മെഡിസിൻ്റെ വ്യാപനം നടത്തും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ടൈം ടെസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ
എന്താ പറയുക, ഒരു സാധാരണ എക്സ്പെരിമെൻ്റ് പോലെ നടത്താൻ കഴിയില്ല നമ്മളെ ശരീരത്തിൽ ഈ ഔഷധങ്ങളുടെ ഗവേഷണങ്ങളൊന്നും. കാരണം എന്താ, ഈ ജീവൻ എന്ന സാധനത്തിൻ്റെ ഒരു കഴിവുണ്ട്. എന്താണത്? രോഗം മാറ്റുക എന്നുള്ളത്. എന്ത് രോഗവും, എന്ത് റിപ്പയറിങ്ങും, എന്ത് നിലവിൽ നിൽക്കുന്ന ബാഹ്യമായ അല്ലെങ്കിൽ ആന്തരികമായ മാറ്റങ്ങളെയും മറികടക്കാനുള്ള ഒരു സാമാന്യമായ കഴിവ് എല്ലാ ജീവനുണ്ട്. അതുകൊണ്ടാണ് ഒരു പൂച്ചയുടെ നേരെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ പൂച്ച ഓടിപ്പോകുന്നത്, നമ്മളതിനെ ഉപദ്രവിക്കുന്നു കണ്ടാൽ. ഇതേപോലെ അത് ഒരു പുഴുവിന് പോലും ഉണ്ട്. ഒരു കുറേ പ്രാവശ്യം നമ്മൾ ഒരു പ്രത്യേക കമ്പിയിൽ ചെറിയ ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ പുഴു കുറച്ച് നേരം കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ ആ കമ്പി കാണുമ്പോൾ അത് മറികടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ജീവൻ എന്ന പ്രസ്ഥാനത്തിന്, ജീവൻ എന്ന വസ്തുവിന് ഈ എന്തിനേയും മറികടക്കാനും കാര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ്. ഇതാണ് യഥാർത്ഥത്തിൽ റിപ്പയർ ചെയ്യണത്. അതിനെ മാറ്റി വച്ചിട്ട് നമുക്കൊരു ഔഷധം പ്രയോഗിച്ചിട്ട് ഇതുകൊണ്ട് ഇത് മാറുമെന്ന് നോക്കാൻ കഴിയില്ല. കാരണം ജീവനില്ലാത്ത ഒരു ശരീരത്തിൽ ഏത് ഔഷധവും പിന്നെ പ്രവർത്തിക്കില്ല. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഹെബർട്ട് ഷെൽട്ടനെ പോലുള്ളവരൊക്കെ പറയണത് ഈ ഔഷധങ്ങളല്ല യഥാർത്ഥത്തിൽ ജീവൻ്റെ നേരെ പ്രവർത്തിക്കുന്നത്, ജീവൻ ഔഷധത്തിന് നേരെ പ്രതികരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവനില്ലാത്ത ഒരവസ്ഥയിൽ ഇതുണ്ടാവുമോ? ഔഷധത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഇപ്പോൾ ജീവൻ രക്ഷാ മരുന്നെന്ന് പറയുന്നത് നുണയാണ്. കാരണം ഈ ഭാഷ കൊണ്ട് എന്തും നുണ പറയാം. ഈ ജീവൻ രക്ഷാ മരുന്നില്ല. ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിന് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ഈ വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസ രീതി കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട് അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ സംസ്കാരവും അവൻ്റെ ചികിത്സാ സമ്പ്രദായവും ഒക്കെയാണ് നല്ലത് എന്ന ബോധ്യം നമ്മൾ ഉണ്ടാക്കി. മാനസികമായ അടിമത്തം ലഭിച്ച 3-ാം ലോക രാജ്യങ്ങളിലൊക്കെ അതുണ്ടായതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ WHO-യും UN കണ്ടില്ലേ നിങ്ങൾ? UN തകരാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളക്കാരൻ്റെ താല്പര്യങ്ങൾ ഒക്കെ നല്ലോണം സംരക്ഷിക്കാൻ ഒരു പ്രയാസമില്ല, നടക്കും. നേരെ മറിച്ച് നമ്മളെ 3-ാം ലോക രാജ്യത്തിൻ്റെ എന്തെങ്കിലും ജനകീയമായതോ സത്യസന്ധമായതോ ഉള്ളൊരു പ്രശ്നമാണെങ്കിൽ പോലും അതിന് യാതൊരു നിർവ്വാഹം ഉണ്ടാവില്ല. അതിനുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാണ് ലിബിയയും അതേപോലെ ഇറാഖൊക്കെ. ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ്. അത് അവസാനം ഇല്ലയെന്ന് തെളിഞ്ഞിട്ട് ഏറ്റവും ചുരുങ്ങിയത് അയ്യോ ഞങ്ങൾ 20 ലക്ഷം ജനങ്ങളെ കൊന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അതിന് പകരം നമ്മൾ അവർക്ക് കോമ്പൻസേറ്റ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത്രത്തോളം മാനസികമായ പൈശാചികത്വം നിറഞ്ഞ ഒരു വിഭാഗമാണ് ഈ യൂറോപ്യൻ ജനത. എല്ലാവരും ആണെന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഭരണ നേതൃത്വം എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ WHO ഒക്കെ ഉണ്ടാക്കിയത്. അതുവഴി വലിയ മെച്ചമുണ്ടായി എന്നാണ് പറയുന്നത്. അതുവഴി ഉണ്ടായ മെച്ചം എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ ഔഷധങ്ങൾ എന്ന പേരുള്ള വിഷങ്ങൾ എല്ലാവർക്കും എത്തിച്ചു. അത് വ്യാപകമായി. അതില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉള്ളവനാണ്, അല്ലെങ്കിൽ അത് കയ്യിൽ വെച്ചവനാണ്, ഒരു പാരസിറ്റമോൾ കഴിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നവനാണ്, ആസ്പ്രോ അത് കഴിക്കുന്നവനാണ് അന്തസ്സും അഭിമാനവും സംസ്കാരവും ഉള്ളത് എന്ന തോന്നൽ ഈ 3-ാം ലോക രാജ്യങ്ങളിൽ ഉണ്ടാക്കി. അതുവഴി ഇപ്പോൾ വയസ്സായ ആൾക്കാർ പോലും
ഞാൻ പ്രമേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിർത്തും. അങ്ങനെ ഇപ്പോൾ നമ്മുടെയൊക്കെ പേര് WHO എന്നാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഹെൽത്തുമായിട്ട് അതിനൊരു ബന്ധമില്ല. എന്തിന് ഇപ്പോൾ നിങ്ങളുടെ ഓരോ ഗവൺമെൻറ്റുകളിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്തിന് വേണ്ടി എന്താണ് ചെയ്യണമെന്ന് നോക്കും. ഒരു 10 പൈസ പോലും ഹെൽത്തിന് വേണ്ടി ചിലവാക്കണില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ധനം ചിലവാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബജറ്ററി കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു വസ്തുവാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അതിന് ഹെൽത്തിന് എന്താ വേണ്ടത്? ഹെൽത്ത് എന്ന ആരോഗ്യം എന്ന കാര്യത്തിന് ഏറ്റവും ആദ്യം വേണ്ട എന്തെങ്കിലും കാര്യം അതിൽ നടക്കുന്നുണ്ടോ? ഹെൽത്തിന് വേണ്ടത് ആദ്യം ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, വിശ്രമം, പിന്നെ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അങ്ങനത്തെ വല്ലതും അതിലുണ്ടോ? അതിനുവേണ്ടി 10 പൈസ അതിൽ ചിലവാക്കുന്നുണ്ടോ? നേരെ മറിച്ച് രോഗവകുപ്പാണത്. രോഗവകുപ്പിന് കള്ളപ്പേരിട്ടതാണ്. അതായത് രോഗവകുപ്പിന് ആരോഗ്യവകുപ്പ് എന്ന് പേരിട്ടാണെന്നർത്ഥം. പിശാചിന് ദൈവമെന്നും ദൈവത്തിന് പിശാച്ചെന്നും പേരിടുന്ന പോലെ. യഥാർത്ഥത്തിൽ പിശാചിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വീട് എന്ന് എഴുതി വെച്ച പോലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീട്ടിൽ പിശാചിൻ്റെ വീട് എന്ന് എഴുതി വെച്ച പോലെ. അതേപോലെ ആരോഗ്യവകുപ്പ് എന്നത് ആരോഗ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത, അത് രോഗവുമായിട്ടേ ബന്ധമുള്ളൂ. രോഗത്തിൻ്റെ ചികിത്സ, രോഗത്തിൻ്റെ പ്രതിരോധം, പിന്നെ അതിൻ്റെ വാക്സിൻ, കണാക്കുണ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ രോഗം എന്തൊക്കെ പറയാം. എന്തായാലും ജീവൻ നിലനിർത്താനെന്ന പേരിൽ ഭീകരമായ കുറേ കാര്യങ്ങൾ ചിലവാക്കിയിരിക്കുക എന്നുള്ളതല്ലാതെ യഥാർത്ഥ ആരോഗ്യവുമായി അതിന് യാതൊരു ബന്ധമില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ഓർക്കുക. അതിന് കാരണം നമ്മളെ ഒരു ചൂഷണ പർവ്വത്തിൻ്റെ സാമ്രാജ്യമായിരുന്ന ചൂഷണങ്ങൾ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ജീവിതം നിലനിർത്താൻ അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് അനുഭവമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നതാണ് ഇന്നത്തെ നമ്മളെ അലോപ്പതിയൊക്കെ. അതിൽ ചൂഷണം ഒരു നല്ല നിലയിൽ ഇവിടെപ്പം നടക്കുന്നുണ്ട്. ഒരു പൈസയും ചിലവ് ഇല്ലാതെ നടക്കേണ്ട നമ്മുടെ ആരോഗ്യ പുനഃസ്ഥാപനം എന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ ജീവൻ മരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള എല്ലാ കാശും നിങ്ങളുടെ കുടുംബത്തിന് സാധാരണ നിലക്കിട്ടോ, വലിയ അദാനി അംബാനിയുടെ ടാറ്റയുടെയും കാര്യം പറയുന്നത്, സാധാരണ നിലക്കൊരു മിഡിൽ ക്ലാസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് അത്യാവശ്യം അയാളെ അധ്വാനം കൊണ്ടും അയാൾ സ്വരൂപിച്ച് അയാളുടെ കുട്ടികൾ ആസ്വദിക്കേണ്ട മുഴുവൻ സമ്പത്ത് കിട്ടിയാലും പോലും അയാൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ സൃഷ്ടിക്കാൻ ഇന്ന് അലോപ്പതി ചികിത്സാ വ്യവസായത്തിനായിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കാര്യമില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കുള്ളൂ. കാരണം ഈ ലാഭം ഉണ്ടാക്കുക, സ്വാർത്ഥത എന്നത് നിലനിൽക്കുന്നിടത്തോളം കാലം, അതുള്ളിടത്തോളം കാലം ഇതിന് അങ്ങനെ വേഗം ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറി മനുഷ്യൻ കുറച്ചെങ്കിലും ശാസ്ത്രീയ ബോധത്തോടെ ഇത് ശരിയാണോ, ഇത് നല്ലതാണോ എന്ന രീതിയിൽ ചിന്തിക്കണമെങ്കിൽ ആദ്യം ഈ ബഹുരാഷ്ട്ര കുത്തകകളുടെ പഴയ നമ്മളെ കോളനി യജമാന്മാരുടെ ആധിപത്യം അവസാനിപ്പിക്കണം. ആ ആധിപത്യത്തിൻ്റെ പുതിയ പേരാണ് ഈ ന്യൂ കോളനിസം എന്നും ഈ ഇറക്കുമതി ചെയ്ത സയൻസും. അത് മെഡിസിൻ മാത്രമല്ല, അഗ്രികൾച്ചർ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയുള്ള ഒരു ചതി അല്ലെങ്കിൽ വഞ്ചന അല്ലെങ്കിൽ ഒരു കെണി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആരോഗ്യം എന്നത് നമ്മൾ കാശ് കൊടുത്താൽ വാങ്ങും കിട്ടും എന്ന് ആരും വിചാരിക്കേണ്ട. അത് ജീവനുള്ള എല്ലാ ജീവികൾക്കും
പ്രകൃതി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ ഈ വ്യവസ്ഥ തുലോം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ നൽകിയതാണ്. അത് ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഇല്ലാതാക്കാൻ ഒരു പ്രയാസമില്ല കേട്ടോ, അത് മനസ്സിലാക്കണം നിങ്ങൾ. ഉണ്ടാക്കാൻ കഴിയാത്തതാണെങ്കിൽ ഇല്ലാതാക്കാൻ ഒരു പ്രയാസമില്ല. കാരണം ജീവൻ എന്നത് ഉണ്ടാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ജീവൻ ഇല്ലാതാക്കാൻ പല രീതികളുണ്ട്. മനുഷ്യൻ കണ്ടെത്തിയ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് മനുഷ്യന് ജീവനെ ഇല്ലാതാക്കാൻ കഴിയും. അതായത് ആരോഗ്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല എന്നും, നേരെ മറിച്ച് മനുഷ്യൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ജീവൻ്റെ കാര്യത്തിലെങ്കിലും പോസിറ്റീവായ ഒരു ഗുണമുണ്ടാവുമെന്ന ഒരു വിദൂര ചിന്ത പോലും നമുക്ക് ചിന്തിക്കാനോ അല്ലെ ആലോചിക്കാനോ അല്ലെ സ്വപ്നം കാണാനോ പോലും ഇന്നും ആയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ജീവൻ എന്നൊരു സാധനം ഉണ്ടാക്കാൻ, അതായത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന്, കെമിക്കൽ വസ്തുക്കളിൽ നിന്ന്, രാസവസ്തുക്കളിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് ജീവനുള്ള ഒരു വ്യവസ്ഥ, ജീവൻ എന്ന സാധനത്തിന് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അതിന് നമ്മളായിട്ടില്ല. നേരെ മറിച്ച് ഇവിടെയുള്ള മാധ്യമങ്ങളും പിന്നെ സയൻസും ഇടക്കിടക്ക് പറയട്ടോ ഇപ്പോൾ ഇതാ ജീവൻ, ഇതാ രഹസ്യം, ജീവൻ്റെ രഹസ്യം എന്താ കണ്ടെത്തി ഇതാ കണ്ടെത്തും. ഇതൊക്കെ വെറും നുണയാണ്. അത് കണ്ടെത്തിയാൽ നമുക്ക് ഉറപ്പിക്കാം. എന്ത്? ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യ ശരീരത്തിന് എത്ര രാസവസ്തുക്കൾ വേണം? ഇത്ര രാസവസ്തുക്കൾ, ഇത്ര ആറ്റം, ഇത്ര ഇലക്ട്രോൺ, ഇത്ര പ്രോട്ടോൺ, അത് ഓരോ എലമെൻറ്റ്സ് എടുത്തു വെച്ചിട്ട് ആ എലമെൻറ്റ്സ് കൊണ്ട് നമുക്ക് ഒരു പോത്തിനുണ്ടാക്കി തരാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ജീവൻ്റെ രഹസ്യവും അതിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ നിർമ്മാണവും ഇതൊക്കെ മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുവാണെങ്കിൽ അപ്പം നമുക്ക് അവർ പറയുന്നത് വിശ്വസിക്കാം. അതുവരെ ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ അടിമബോധമുള്ള ആൾക്കാർ ആണ് നമ്മളെ പറഞ്ഞ് പറ്റിക്കണത് നടത്തും. അത് പണ്ടും പറ്റിച്ചിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ പുരോഹിതന്മാരും മറ്റുമൊക്കെ തന്നെ ഈ മനുഷ്യനെ പറ്റിച്ചിരുന്നു. അവരുടെ അധ്വാനങ്ങളൊക്കെ പിടിച്ചു വാങ്ങിയിരുന്നു. അതിൻ്റെ പുതിയ രൂപം മാത്രമാണ്. കാരണം ദൈവത്തിന് ഇപ്പം അത്ര തന്നെ വില ഇല്ലാതായി. അത്ര തന്നെ കുറേ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് ഫലിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായതോടു കൂടിയാണ് ഇപ്പം ആ കാര്യം, അതായത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക, അവരുടെ കാശ് സ്വന്തം പോക്കറ്റിലാക്കുക എന്ന ആ പരിപാടി പുതിയ രീതിയിൽ മോഡേൺ മെഡിസിൻ എന്ന പേരിട്ടിട്ട് നമ്മളെ മുമ്പിൽ വിളമ്പുന്നത് അതിൻ്റെ ഭാഗമാണ് എന്ന് സംശയിക്കാൻ പല സാധ്യതകളുണ്ട്. എത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്ന് വെച്ച് പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയണം എന്നല്ല ഞാൻ പറയണത്. വളരെ ഇപ്പോൾ അവർ മാറില്ല എന്ന് പറയുന്ന അസുഖങ്ങൾ, അവർക്ക് മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നെങ്കിലും ആ രോഗങ്ങളിൽ നിന്നെങ്കിലും മാറാൻ പ്രകൃതിക്ക് കഴിയുമോ എന്ന് പരിശോധിക്കുന്നത് വിവേകമുള്ള ആൾക്കാർക്ക്. ഇനി ചില ആൾക്കാർക്ക് അത് പറ്റുണ്ടാവില്ല, അവരോടല്ല പറയുന്നത്. വിവേകമുള്ള ആൾക്കാർക്ക് എന്തായാലും എൻ്റെ രോഗം മാറ്റണം എന്ന് ആഗ്രഹമുള്ള, എന്ന് ശാഠ്യമുള്ള, എന്ന് ആത്മവിശ്വാസമുള്ള, എനിക്കത് കഴിയും എന്ന ആത്മവിശ്വാസമുള്ള സാധാരണക്കാരനായ മനുഷ്യൻ, അല്ലെങ്കിൽ ഉള്ളിൽ ഞാൻ ജീവിക്കുന്നത് പിന്നെ കുറേ ആസ്വദിക്കാനാണ്, കുറേ അത് ചെയ്യാനാണ്, ഇത് ചെയ്യാനാണ്, അല്ലെങ്കിൽ കുറേ സമ്പാദിക്കാനാണ്, കുറേ തിന്നാനാണ്, കുറേ എന്ന് സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലെത്തി സുഖങ്ങളെല്ലാം ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കല്ല ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കണം.
ഇവിടെ മറ്റുള്ള എല്ലാ ജീവികളെ പോലെ തന്നെ എനിക്കും ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അർഹതയുണ്ട്, അത് ഞാൻ നേടിയെടുക്കും എന്ന ആത്മവിശ്വാസമുള്ള എല്ലാ ആൾക്കാർക്കും ഇതൊന്ന് പരിശോധിച്ച് നോക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ എങ്ങനെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം പ്രകൃതിയെ ഉന്നതസ്ഥായിലേക്ക് എത്തിക്കുന്നു, അതനുസരിച്ച് നമ്മളെ പ്രകൃതിയുടെ ഈ സൃഷ്ടിയായ നമ്മളെ ശരീരം പൂർണ്ണമാണെന്നും അത് നമ്മൾ വിചാരിച്ചതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മറികടക്കാനാവില്ല എന്നും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 20ാം നൂറ്റാണ്ടിലെ പുതിയ ദർശനമായ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ ആരോഗ്യത്തിലേക്ക് കുതിക്കുക എന്ന പുതിയ ദിശയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ ചിന്താധാര തന്നെ വരുന്നത്. അത് ശരിയാണ്. ഇപ്പം നിലവിലിരിക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക പ്രത്യേകിച്ച് ചൂഷണ രീതികൾക്കും എതിരാണ്, ശാസ്ത്രത്തിനെതിരല്ല. അതുകൊണ്ട് ചൂഷണം ചെയ്യുന്ന എല്ലാത്തിനും ഇല്ലാതാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്ത സമീപനമാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.